എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ലൂഫി അവനിപ്പോൾ ഡോഫ്ലമിംഗോയെ ആഞ്ഞടിക്കുകയാണ്. ഡോഫ്ലമിംഗോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഒരു അടിയിൽ ഡോഫ്ലമിംഗോ അവൻ തെറിച്ചുപോയി അടിച്ചു വീഴും. അതിലൂടെയും മൂക്കിലൂടെയും ചെവിയിലൂടെയും അങ്ങനെ എല്ലാ സ്ഥലത്തൂടെയും ബ്ലഡൊക്കെ ഒഴുകി അവൻ അനക്കമില്ലാതെ കിടക്കുകയാണ്. ഡോഫ്ലമിംഗോ വീണ പവറിൽ ആ ഒരു പ്രദേശം മുഴുവൻ തകർന്ന് ജനങ്ങളെല്ലാം വീണ്ടും ജീവരക്ഷാർത്ഥം അവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഓടും. ജനങ്ങൾക്കാണെങ്കിൽ ഇപ്പോഴും അവരുടെ ഭീതി മാറിയിട്ടില്ല. കാരണം ഡോഫ്ലമിംഗോ അവൻ അത്ര പെട്ടെന്നൊന്നും മരിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. റബേക്കയ്ക്കാണെങ്കിൽ ഇപ്പോഴും അത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവൾ ഒരു സെക്കൻഡ് ഫ്രീസായി നമ്മുടെ ലൂഫിയെയും ഡോഫ്ലമിംഗോയെയും അവർ രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ യാതൊരു കുലുക്കവും ഇല്ല. അവൻ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അങ്ങനെ ഫയറായിട്ട് നിൽക്കും. ഒരുപാട് പേര് ഇപ്പോഴും നിർത്താതെ ലൂഫിയുടെ പേര് വിളിച്ച് ജയ് വിളിക്കുകയാണ്. കാരണം അവന്റെ ജീവൻ ബലി കഴിച്ചാണ് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തത്. റബേക്കയ്ക്ക് അവളുടെ സന്തോഷം അത് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ആനന്ദ കണ്ണീരായിട്ട് അങ്ങനെ പൊഴിയാണ്. അവൾ ആദ്യമായിട്ട് പാലസിൽ വെച്ച് ലൂഫിയെ കണ്ട കാര്യം ആലോചിക്കുകയാണ്. അതിനുശേഷം അവനോട് സംസാരിച്ചതും അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതും പിന്നീട് അവളുടെ സ്റ്റോറി എല്ലാം പറഞ്ഞതും അവന് ഫുഡ് വാങ്ങിക്കൊടുത്തതും അങ്ങനെ ഒന്നൊന്നായിട്ട് എല്ലാ കാര്യങ്ങളും അവൾ ഓർത്തെടുക്കും. അവൾ ലൂഫി അറ്റാക്ക് ചെയ്യാനും തകർക്കാനും ശ്രമിച്ചിട്ടും ലൂഫി അവൾ തിരികെ ഒന്നും ചെയ്തില്ല. അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവളോട് കരുണ കാണിച്ച് അവളെ സഹായിക്കാം എന്നുറപ്പ് കൊടുക്കുകയാണ് അവൻ ചെയ്തത്. ലൂഫി പ്രോമിസ് ചെയ്തതുപോലെ തന്നെ ആ ഡോഫ്ലമിംഗോയെ അവളുടെ മുൻപിലിട്ട് തകർത്തിരിക്കുകയാണ്. അവൾ ഒത്തിരി സ്നേഹത്തിൽ ഇപ്പോൾ ലൂഫിയെ നോക്കി കൈവണങ്ങി നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് വയലറ്റ് അവളാണെങ്കിൽ ഡോഫ്ലമിംഗോ ഐലാൻഡിലേക്ക് വന്നതും അവരുടെ റിങ്കു കിങ്ങിനെ തകർത്ത് ആ ഒരു കിങ്ഡം അത് കീഴടക്കി അവളെ അവരുടെ ടീമിൽ ചേരാനായിട്ട് നിർബന്ധിച്ച കാര്യം അത് ആലോചിക്കുകയാണ്. കാരണം അവൾക്ക് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കാണാനുള്ള ഫോർകാസ്റ്റിംഗ് പവറുണ്ട്. സോ അവളെ ഡോഫ്ലമിംഗോയ്ക്ക് കിട്ടുകയാണെങ്കിൽ അവന് അവളെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അതിന് വയലറ്റ് ആണെങ്കിൽ ഒരേ ഒരു നിബന്ധന മാത്രമായിരിക്കും ഡോഫ്ലമിംഗോയുടെ മുൻപിലേക്ക് വെക്കുക. എൻ്റെ പപ്പ റിങ്കു കിങ്, അദ്ദേഹത്തിന്റെ ജീവന് യാതൊരു അപായവും സംഭവിക്കാൻ പാടില്ല. അതിന് ഡോഫ്ലമിംഗോയെ ഓക്കെ പറഞ്ഞ് അവളെ അവരുടെ ടീമിൽ ചേർക്കും. അതിനുശേഷം അവൾ മനസ്സില്ലാ മനസ്സോടുകൂടെ ഡോഫ്ലമിംഗോയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവന്റെ വളർച്ചയിൽ ഒരു ഭാഗമായി മാറി. ഇന്നല്ലെങ്കിൽ നാളെ ഡോഫ്ലമിംഗോയെ തകർത്ത് അവരുടെ രാജ്യത്തെ മോചിപ്പിക്കാനായിട്ട് ആരെങ്കിലും വരുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ലൂഫിയുടെ പ്രവൃത്തിയും അവന്റെ ഫൈറ്റും അവന്റെ വാക്കുകൾ കേൾക്കേണ്ട താമസം അവൾ ഉറപ്പിച്ചു. അത് മറ്റാരുമല്ല, അവരുടെ രക്ഷകൻ ഒരു പൈറട്ടായ സ്ട്രോ ഹാറ്റ് ലൂഫി തന്നെയാണ്. ആരൊക്കെ ലൂഫിയെ തള്ളി പറഞ്ഞാലും അവൾ തള്ളിപ്പറയാൻ തയ്യാറായില്ല. അവളുടെ വിശ്വാസവും പ്രാർത്ഥനയും അത് അടിയുറച്ചതായതുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫി ഡോഫ്ലമിംഗോയെ ഇല്ലാതാക്കി അവരുടെ ഐലാൻഡിന് ഇപ്പൊ വിടുതല കൊടുത്തിരിക്കുകയാണ്. അവളും ആ സന്തോഷത്തില് ലൂഫിയെ നോക്കി കരയാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ലൂഫി അവൻ ഒരുപാട് നേരം അവന്റെ ഫോർത്ത് ഗിയർ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോ അയച്ചു വിട്ട ബലൂണ് പോലെ അങ്ങനെ അച്ചരം പൊച്ചരം അവിടെ ഇവിടെ ഇടിച്ച് താഴേക്ക് വന്ന് വീഴുകയാണ്. റബേക്കയും വയലറ്റും ആണെങ്കിൽ ലൂഫിയുടെ അടുത്തേക്ക് ഓടിയെത്തും. അവനിപ്പോ ആകെ ടയർഡായി വീണ് കിടക്കുകയാണ്. അവന്റെ ജീവന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ, അവന് ഇപ്പൊ ഒട്ടും ആരോഗ്യമില്ല. ശരീരത്തിൽ ഒട്ടും തന്നെ പവർ ബാക്കിയില്ല. മറ്റൊരു ഭാഗത്ത് ആ ഡോഫ്ലമിംഗോ അവനാണെങ്കിൽ ഒരു ചെറിയ അനക്കം പോലും ഇല്ലാതെ അങ്ങനെ വീണ് കിടക്കുകയാണ്. ജനങ്ങൾ മുകളിലേക്ക് നോക്കും. എന്തോ ഒരു വലിയ ശബ്ദം അതവർക്ക് കേൾക്കാനായിട്ട് കഴിയും. എന്താ നടക്കണമെന്ന് അവർ ആങ്കറിനോട് വിളിച്ചു ചോദിക്കും. അവന്റെ പരുക്ക് പറ്റിയ ഭാഗത്ത് കൈവച്ചമർത്തി അവനും മുകളിലേക്ക് തന്നെ നോക്കുകയാണ്. ആങ്കർ വേദന കടിച്ചു പിടിച്ച് മൈക്കെടുത്ത് വിളിച്ചു പറയും, ഇത്രയും നേരവും നടന്ന വലിയ യുദ്ധത്തില് നമ്മുടെ നേതാവ് ലൂഫി അവൻ ജയിച്ചു. നിങ്ങളത് കാണുന്നില്ലേ? ആ വെബ് അത് പതിയെ പതിയെ ഇല്ലാതാവുകയാണ്. അവനത് പറയേണ്ട താമസം ആ വെബ് ഇപ്പൊ പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയാണ്. വെബിന് അത്രയും നേരവും തള്ളിപ്പിടിച്ച നമ്മുടെ ആൾക്കാര് അവർ 2 കിലോമീറ്റർ തെറിച്ചുപോയി അടിച്ചു വീഴും. ജനങ്ങൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവരവരുടെ ഉറ്റവരെയും ഉടയവരെയും ചേർത്ത് പിടിച്ച് ഡോഫ്ലമിംഗോ മരിച്ച വാർത്ത കേട്ട് സന്തോഷിക്കും. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ ആൾക്കാരുടെ കഷ്ടപ്പാട് അത് ഫലം കണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും പരസ്പരം നോക്കി അവരുടെ സന്തോഷമൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ നിൽക്കും. ഇവിടെ ആങ്കറിനാണെങ്കിൽ അവന്റെ സന്തോഷം അത് കൺട്രോൾ ചെയ്യാനാവില്ല. ഇത്രയും വലിയൊരു സന്തോഷ നിമിഷം അത് നമുക്ക് സ്ട്രോ ഹാറ്റ് പൈററ്റ്, ഫ്യൂച്ചറിലെ ദ പൈററ്റ് കിങ് ലൂഫിയാണ് തന്നത്. അവനും അവന്റെ ടീംമേറ്റ്സും ന്യൂ വേൾഡിൽ നിന്നും മറ്റു പല ഭാഗത്തു നിന്നും ഇവിടേക്ക് വന്ന വാരിയേഴ്സ്, പൈററ്റ്സ്, ജനങ്ങള് അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിനൊടുവിലാണ് നമുക്ക് ഈ വലിയ വിജയം അത് നേടിയെടുക്കാനായത്. ഡെസ്റോസ ഐലാൻഡ് അത് നഷ്ടപ്പെട്ടു പോയെന്നാണ് നമ്മൾ എല്ലാവരും കരുതിയത്. പക്ഷേ നഷ്ടപ്പെട്ട പവിത്രത അത് വീണ്ടെടുത്ത് വീണ്ടും റിങ്കു കിങ്ങിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ നമ്മളെ സഹായിച്ചത് അത് സ്ട്രോ ഹാറ്റ് ലൂഫി തന്നെയാണ്. ആർക്കും തകർക്കാൻ കഴിയില്ല, ജയിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന
ആ ഡോഫ്ലെമിംഗോയെ അവനെ തകർത്തത് അവനാണ്. ഇവിടെ എല്ലാവരുടെയും രക്ഷകൻ എന്ന് പറഞ്ഞ് ആങ്കർ ആണെങ്കിൽ ഇപ്പൊ വിതുമ്പി കരയും. അത് കേട്ട് കിങ് ഒരു നിമിഷം ആ പഴയ രാജ്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും. ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും ജനങ്ങൾ ജീവിച്ചതും അവരുടെ എല്ലാവരുടെയും സന്തോഷത്തെ നശിപ്പിച്ച് അവിടേക്ക് ഡോഫ്ലെമിംഗോ അവൻ വലിയൊരു ചതിയിലൂടെ കടന്നുകൂടിയതും ഡോഫ്ലെമിംഗോ അവൻ സ്ട്രെയിറ്റ് ആയിട്ട് റിങ്കു കിങ്ങിന്റെ അടുത്തേക്ക് വന്ന് ഈ രാജ്യം അത് അവന് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് ഞങ്ങളുടെ രാജ്യമാണ്, നിങ്ങൾ ഇവിടേക്ക് കടന്നുകൂടിയവരാണ്, സോ ഇത് എനിക്ക് വിട്ടുതരണം. ഇനി വിട്ടുതരാൻ കഴിവില്ല എങ്കിൽ ഞാൻ ചോദിക്കുന്ന പണം അതെനിക്ക് തരണമെന്ന് പറഞ്ഞ് കിങ്ങിനെ കൊണ്ട് ജനങ്ങളുടെ പണം എല്ലാം തന്നെ അവൻ കവർന്നെടുത്തു. എന്നിട്ട് അതേ കിങ്ങിനെ ഒരു കോമാളിയാക്കി മാറ്റി അവിടെയുള്ള അവരുടെ ജീവനെടുത്ത് കിങ്ങിനെ പുറത്താക്കി ഡെസ്റോസ ഐലാൻഡ് തന്നെ അവൻ പിടിച്ചെടുത്തു. ഈ കാര്യങ്ങൾ അതെല്ലാം ആലോചിച്ച് കിങ് ആളങ്ങനെ പൊട്ടിക്കരയാണ്. കട്ട് ചെയ്ത നമ്മുടെ റെബേക്ക അവൾ ലൂഫി എടുത്ത് മടിയിൽ താങ്ങിക്കിടത്തും. അവൾ ലൂഫിയായിട്ടുണ്ടായിരുന്ന ഹാപ്പി മൊമെന്റ്സ് അത് ആലോചിക്കുകയാണ്. ലൂഫി അവൾക്ക് വാക്ക് കൊടുത്തതുപോലെ തന്നെ ഈ രാജ്യത്തിന് ഡോഫ്ലെമിംഗോയെ കൊന്ന് അവൻ മോചനം അത് വാങ്ങിക്കൊടുത്തു. പക്ഷെ എന്താ, നമ്മുടെ ലൂഫിക്കിപ്പോ ഒട്ടും ജീവനില്ല. അവളെ ലൂഫിയുടെ അവസ്ഥ കണ്ട് ഒരുപാട് വിഷമത്തിൽ അവനെ ഹഗ് ചെയ്ത് വിതുമ്പി കരയും. ആങ്കറിനാണെങ്കിൽ ഇപ്പോഴും ലൂഫിയെ കുറിച്ച് സംസാരിച്ച് മതി വരില്ല. അവൻ വീണ്ടും വീണ്ടും ലൂഫിയുടെ പേര് വിളിച്ച് അവന്റെ ഫൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് വർണ്ണിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. അത് കാണുമ്പോൾ ജനങ്ങളും വികാരാധീനരായി ലൂഫിക്ക് നന്ദി പറഞ്ഞ് അവന്റെ പേര് വിളിച്ചു പറഞ്ഞ് മുറവിളി കൂട്ടുകയാണ്. ഇവിടെ നമ്മുടെ പച്ചത്തലയൻ സത്യത്തിൽ അവനാണ് ഏറ്റവും കൂടുതൽ സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നുക. കാരണം അവൻ ലൂഫിയുടെ ടീമിന്റെയും ഫാനാണ്. ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് അത് ലൂഫി നേടിയെടുത്ത അവനെ കൊണ്ട് അത് നോക്കി നിൽക്കാനാവില്ല. ആ സന്തോഷം അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയാതെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാവുകയാണ്. ഒരു ഭാഗത്ത് ബേബി ഫൈക്ക് അവൾക്ക് ഭയങ്കര സന്തോഷം. ഇത്രയും കാലവും വില്ലന്മാരുടെ അടുത്ത് നിന്ന് അനുഭവങ്ങൾ മാത്രമായിരുന്നു അവൾക്കുണ്ടായത്. പക്ഷെ ഇപ്പൊ അവൾക്ക് സായി കിട്ടി, നല്ലൊരു ലൈഫ് കിട്ടി. എന്റെ സ്വത്ത് കുട്ടിയാണ്, കട്ടുറുമ്പാണെന്നൊക്കെ പറഞ്ഞ് അവനെ പിടിച്ച് കടിച്ചു പറിക്കും. അതേസമയം ഇവിടെ കാഞ്ചറോയും സാമുറായും ആ ബേർഡും അവർ 3 പേരും ആ ബാരിയർ അത് ഇൻവിസിബിൾ ആയതാണോ അതോ അത് പോയതാണോ എന്നറിയാൻ കാലൊക്കെ അങ്ങനെ കവച്ച് വെച്ചൊക്കെ നടന്നു നോക്കും. സോറോയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് ചിരിയും വരും. ഇവിടെ ലിറ്റിൽ പീപ്പിൾസ് അവരുടെ സന്തോഷം അത് ലിറ്റിലല്ല, വളരെ വലുതാണ്. അവരുടെ ഫ്രണ്ട്സിനെ അവർക്ക് മോചിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. അതിനുപരിയായിട്ട് അവർ ജീവന് തുല്യം സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അവരുടെ പ്രിൻസസ് മൻഷരി കണ്ടെത്തി അവർക്കിപ്പോൾ അവളെയും തിരികെ പിടിക്കാനായിട്ട് പറ്റി. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് കൈറോസിനെ കാണിക്കും. കൈറോസിനാണെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. അവൻ ആ ഡോഫ്ലെമിംഗോയെ തകർത്തെറിയാനായിട്ട് അവന്റെ അടുത്തേക്ക് പോയതും ഡോഫ്ലെമിംഗോ അവന്റെ ഒരു കാല് വെട്ടിയെറിഞ്ഞ് അവനെ ടോയ് ആക്കി മാറ്റിയതും വെറും ഒരു ടോയ് സോൾജിയറായി മാറിയിട്ടും അവന്റെ ജീവൻ പണയപ്പെടുത്തി കിങ്ങിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ആ കിങ്ങിന് അവനെ തിരിച്ചറിയാൻ കഴിയാതിരുന്നത്. അങ്ങനെ എല്ലാ ദുർവിധികളെ ഓർത്ത് തലയ്ക്ക് കൈകൊടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. കാലത്ത് ആരുമില്ലാതിരുന്ന കൈറോസിനെ ചേർത്ത് നിർത്തിയത് കിങ്ങാണ്. അവൻ ആവശ്യമായതെല്ലാം കൊടുത്ത് അവസാനം തന്റെ മകളെ കൈറോസിന് കൊടുത്ത് അവനെ മരുമകനാക്കി. അത്രയും നന്മ ചെയ്ത ഈ ഒരു ഐലാൻഡിനോടും കിങ്ങിനോടും കൈറോസിന് തീർത്താൽ തീരാത്ത നന്ദിയാണ്. അവൻ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പോ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കും. അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ഒന്നും അറിയാതെ ശാന്തമായിട്ട് അങ്ങനെ കിടന്നുറങ്ങുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.